हेलो एवरीवन वेलकम ടു രാജ് ടോക്സ് സിത്താരെ സമീൻ പർ സ്പിരിച്വൽ സീക്വൽ ഓഫ് താരെ സമീൻ പർ അങ്ങനെയാണ് വിക്കിപീഡിയയിൽ ഇതിൻ്റെ ഡീറ്റെയിൽസിനെ പറ്റി നോക്കിയപ്പോൾ കണ്ടത്. ഒട്ടും അതിശോക്തിയല്ല ഒരു സ്പിരിച്വൽ സീക്വൽ എന്നൊക്കെ പറയുമ്പോൾ. കാര്യം എന്ന് പറഞ്ഞാൽ വളരെ റിലവൻ്റ് ആയിട്ടൊരു ടോപ്പിക്ക് ആമീർ ഖാൻ ചൂസ് ചെയ്തു എന്നുള്ളതിന് ഹാറ്റ്സ് ഓഫ് ടു ആമീർ ഖാൻ. ഇതൊരു വെറുതെ പുകഴ്ത്താൻ വേണ്ടി പറയുന്നതല്ല, ഹൃദയത്തിൽ നിന്ന് എനിക്ക് പറയാൻ തോന്നിയൊരു കാര്യമാണ്. കാരണം പടത്തിന് ഒരുപാട് ഫ്ലോസും കാര്യങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷേ അതിനെയൊക്കെ മറന്നിട്ട് ഒരു മനുഷ്യൻ വളരെ സെൽഫ്ലെസ് ആയിട്ട് ഇങ്ങനെ ഒരു ടോപ്പിക്ക് തന്നെ പറയപ്പെടണം. കാരണം പുള്ളിക്ക് ബാക്ക് ടു ബാക്ക് ഫ്ലോപ്പ് ഒരുപാടുണ്ടായിരുന്നു. ഇപ്പോൾ വേണമെങ്കിൽ പുള്ളി വിചാരിച്ചിരുന്നെങ്കിൽ ഒരു വലിയ ബാനറിൻ്റെ പശ്ചാത്തലത്തിൽ വേണമെങ്കിൽ ഒരു ഷുവർ ഹിറ്റ് ആവുന്ന ബോളിവുഡ് ഫോർമുല, ഒരു ടിപ്പിക്കൽ മാസ് മസാല സാധനം പുള്ളിക്ക് വേണമെങ്കിൽ വർഷങ്ങൾക്ക് ശേഷം ചെയ്യാമായിരുന്നു. ഫിസിക്കലി ഫിറ്റാണ്, ഇപ്പോഴും പുള്ളിക്ക് വലിയ പ്രായവും കാര്യങ്ങളും ഒന്നും തോന്നുന്നില്ല. പക്ഷേ പുള്ളി ചൂസ് ചെയ്തത് ഇങ്ങനൊരു പടമാണ്. പുള്ളിയെ ഒരു വളരെ ജർക്ക് കൈൻഡ് ഓഫ് എന്താ പറയുക, ഒരു റോളിൽ നിർത്തി പുള്ളി ഒരുപാട് എന്താ പറയുക, ഒരു ഹീറോ സെൻട്രിക് അല്ലാത്തൊരു കഥാപാത്രമായിട്ട് നിർത്തിയിട്ട് പുള്ളി എല്ലാത്തിൽ നിന്നും ലേൺ ചെയ്യുന്നതും ഒരു ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി ഉള്ള ഒരു പറ്റം കുട്ടികൾ, അതിൽ ഓട്ടിസം ഉണ്ട്, ഡൗൺ സിൻഡ്രോം ഉണ്ട്, ഓട്ടിസം വൈഡ് സ്പെക്ട്രത്തിൽ വരുന്ന റേഞ്ചിലുള്ള ഒരുപാട് കുട്ടികളുണ്ട്. ഇതിലെല്ലാം ഒറിജിനലായിട്ട് ഒരുപാട് കുട്ടികൾ അഭിനയിച്ചിട്ടുണ്ട്. ഹാറ്റ്സ് ഓഫ്. അവരുടെയൊക്കെ പെർഫോമൻസ് കാണുമ്പോൾ ആളുകൾക്ക് മനസ്സിലാവും ഇവരെ ഒന്നും ഒരിക്കലും ജഡ്ജ് ചെയ്യുന്നത് വളരെ ദ്രോഹമാണ്, അവരോട് ചെയ്യുന്നൊരു ദ്രോഹമാണ്. അവരൊക്കെ എത്ര കേപ്പബിളാണ് എന്ന് ഈ സിനിമയിലൂടെ കാണിക്കുന്നുണ്ട്. സിനിമയെപ്പറ്റി പറയുകയാണെങ്കിൽ 2018 പുറത്തു വന്ന ചാമ്പ്യൻസ് എന്ന ഫ്രഞ്ച് മൂവിയോ സ്പാനിഷ്, ഐ തിങ്ക് ഇറ്റ്സ് സ്പാനിഷ്, കറക്റ്റായിട്ട് എനിക്ക് ഓർമ്മയില്ല, ആ സിനിമയുടെ റീമേക്കാണ്. സോ ഇത് റീമേക്ക് നമ്മളിപ്പോൾ ചില സമയത്ത് ആലോചിക്കില്ലേ, ഈ പടം റീമേക്ക് ചെയ്തതിൻ്റെ ആവശ്യമുണ്ടോ, നമ്മുടെ സൊസൈറ്റിക്ക് ഇതുമായിട്ട് എങ്ങനെ ബ്ലെൻഡ് ആവാൻ പറ്റും? വേൾഡിൽ എവിടെയും ഈ കഥ കൊണ്ടുപോയി നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ജനങ്ങൾ ഇത് കണ്ടിരിക്കേണ്ട ആവശ്യമുണ്ടെന്ന് 100% ഞാനത് വിശ്വസിക്കുന്നു. അവിടെയാണ് ഈ സിനിമ ഒരു മുൻവിധിയുമില്ലാതെ അല്ലെങ്കിൽ ഒരു റിവ്യൂവും കേൾക്കാതെ നിങ്ങളിതിന് ടിക്കറ്റ് എടുക്കണമെന്ന് ഞാൻ പറയുന്നത്. കാരണം ഒരു മനുഷ്യത്വപരമായിട്ടുള്ള കാര്യങ്ങൾ അകന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ഇങ്ങനൊരു മൂവിക്ക് ഒരുപാട് റെലവൻസ് ഉണ്ട്. നമുക്ക് ഒരു മൂവി ഒരു മനുഷ്യനെ ചേഞ്ച് ചെയ്യിക്കാൻ പറ്റും, നന്മയുടെ വിളനിലമാകും ഒരു സിനിമ എന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. പക്ഷെ ചിന്തിപ്പിക്കാൻ പറ്റും. നമ്മൾ ചെയ്യുന്നതും നമ്മൾ പറഞ്ഞ പ്രവൃത്തിയും ഒരാളിലുണ്ടാക്കുന്ന ഇമ്പാക്റ്റിനെ പറ്റി മിനിമം ഒരു ചിന്തിപ്പിക്കാനുള്ള ഒരു ശേഷി ഒരു സിനിമയ്ക്ക് ഉണ്ടാക്കാൻ തീർച്ചയായിട്ടും പറ്റും. അതായത് ഞാനിങ്ങനെ ചെയ്തിരുന്നു, അത് തെറ്റായിപ്പോയി, അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും പറയാൻ പാടില്ലായിരുന്നു, അല്ലെങ്കിൽ ഞാൻ ഇവരെ ഇങ്ങനെ കണ്ട രീതി തെറ്റായിരുന്നു എന്ന് മിനിമം ഒരു ചിന്ത ഒരാളിൽ വിതയ്ക്കാൻ ഈ സിനിമയ്ക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് ഈ സിനിമയുടെ പ്രസക്തി. ഈ സിനിമയുടെ ട്രെയിലർ കണ്ടവർക്ക് ഇതിൻ്റെ കഥയെപ്പറ്റി ഏകദേശം ഒരു ഐഡിയ തീർച്ചയായിട്ടും കിട്ടും. അങ്ങനെ തന്നെയാണത് ആ ട്രെയിലർ അവർ റിലീസ് ചെയ്തിരിക്കുന്നത്. ഒരു പക്ഷേ ആ ട്രെയിലറിലെ നായകനെന്ന് പറയുന്നത് നമ്മളാണ്. വളരെ സെൽഫ് സെൻറ്റേഡായ, സെൽഫിഷായ, നമ്മളെപ്പറ്റി മാത്രം ചിന്തിക്കുന്ന, വേറെ ആരുടെ വികാരങ്ങൾക്കും വിചാരങ്ങൾക്കും ഒരു ഇമ്പോർട്ടൻസും കൊടുക്കാത്ത, അല്ലെങ്കിൽ ബേസിക്കലി മനുഷ്യൻ അങ്ങനെ തന്നെയാണ്. ഒരു സെൽഫിഷായിട്ട് ജീവിക്കുന്ന എന്ന് വിചാരിക്കുന്ന ഒരാളെ നമുക്കൊരിക്കലും കുറ്റം പറയാൻ പറ്റില്ല. യു പേ യുവർ ടാക്സസ് ആൻഡ് യു ലീവ് യുവർ ലൈഫ് ഇസ് ദ ബെസ്റ്റ് ലൈഫ്. ആരെയും ഉപദ്രവിച്ചില്ലെങ്കിൽ അതൊരു നല്ല ജീവിതം തന്നെയാണെന്ന് ഞാൻ തീർച്ചയായിട്ടും വിശ്വസിക്കുന്നു. പക്ഷേ ഇങ്ങനെ കുറച്ച് ജീവിതങ്ങളുള്ളപ്പോൾ യു നീഡ് ടു ഫീൽ ഗ്രേറ്റ്ഫുൾ. നമ്മളൊരു നല്ല ജീവിതമാണ് ജീവിക്കുന്നത്. എന്താ പറയുക, നമുക്ക് ജഡ്ജ് ചെയ്യുന്ന ആൾക്കാരെ പോയി പണി നോക്കാൻ പറഞ്ഞിട്ട് നമുക്ക് ജീവിക്കാനുള്ള ഒരു കെൽപ്പ് നമുക്കുണ്ട്. പക്ഷേ ഈ കുട്ടികൾക്കതില്ല. ഇങ്ങനത്തെ ഒരു സ്പെക്ട്രത്തിൽ ജീവിക്കുന്ന, അല്ലെങ്കിൽ ഡൗൺ സിൻഡ്രോമത്തിൽ ജീവിക്കുന്ന ഇങ്ങനത്തെ ഒരു കുട്ടികൾക്ക് അവർക്ക് അങ്ങനെ പറയാനും അറിയില്ല. അവർക്ക് സ്നേഹിക്കാൻ മാത്രമേ അറിയാവുള്ളൂ. അങ്ങനെ ഒരു പറ്റം കുട്ടികളുടെ ഇടയിലേക്ക് ഇദ്ദേഹം വന്നിട്ട് ഇദ്ദേഹത്തിൻ്റെ ലൈഫിൽ വരുന്ന ട്രാൻസ്ഫോർമേഷൻ, ഇദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ലൈഫ് എങ്ങനെ ചേഞ്ച് ആവുന്നു, അവരെയൊക്കെ എങ്ങനെ മനസ്സിലാക്കുന്നു, സ്വന്തം അമ്മയെ എങ്ങനെ മനസ്സിലാക്കുന്നു, സ്വന്തം അമ്മയുടെ ഒരു പേഴ്സണൽ ലൈഫുണ്ട്, അത് ഇദ്ദേഹം എങ്ങനെ മാറ്റുന്നു, അതൊക്കെ എന്താ പറയുക, വളരെ ബ്യൂട്ടിഫുൾ ട്രാൻസ്ഫോർമേഷനാണ്. ഞാൻ പറയുന്നത് ഇതൊരു പെർഫെക്റ്റ് മൂവിയല്ല, പക്ഷേ ഇതൊരു മസ്റ്റ് വാച്ചാണ്. ഇത്തരം മൂവികളെ നമ്മൾ പ്രൊമോട്ട് ചെയ്തില്ലെങ്കിൽ പിന്നെ എന്താണ്, നമ്മൾ മനുഷ്യരെന്ന് പറയുന്നതിൽ പ്രസക്തിയില്ല. കാരണം ഞാൻ അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വളരെ ബുദ്ധിയുള്ള ആൾക്കാരെന്ന് വിചാരിക്കുന്ന, അല്ലെങ്കിൽ എന്താ പറയുക, ഇപ്പോൾ ഒരു ഫിലിം മേക്കിങ്ങിൻ്റെ നിറകുടങ്ങളെന്നൊക്കെ വിചാരിക്കുന്ന ആൾക്കാരുടെ കയ്യിൽ നിന്ന് വരെ മിസ്റ്റേക്കുകൾ പറ്റിയിട്ടുണ്ട്. ഞാൻ അവരെ ഒരിക്കലും കുറ്റം പറയുന്നില്ല. എല്ലാവർക്കും തെറ്റ് പറ്റും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, കടുവ എന്ന സിനിമയിൽ ഒരു ഡയലോഗ് ഭയങ്കര കോൺട്രവേഴ്സിയായി. അവർ പൂർവാധികം മാപ്പ് പറഞ്ഞു. ഞാൻ അവരെ ഒരിക്കലും പ്രതിസ്ഥാനത്ത് നിർത്തുന്നില്ല. അവർ മാപ്പ് പറഞ്ഞു എന്നുള്ളത് അതൊരു കഴിവാണ്.
അതൊരു കഴിവെന്നുള്ളതിലുപരി അതൊരു നന്മയാണ്. മാപ്പ് പറയാൻ ഒരു പ്രസ് മീറ്റ് വിളിച്ച് വരുത്തി മാപ്പ് പറയാൻ അവർ കാണിച്ചത് അതൊരു നന്മയാണ്. അതായത് അതിനകത്തൊരു ഡയലോഗുണ്ട്. നിങ്ങൾ ചെയ്ത തെറ്റിൻ്റെ ഫലം നിങ്ങളുടെ മക്കൾ അനുഭവിക്കും എന്ന് പറഞ്ഞിട്ട് ഒരു ഓട്ടിസമുള്ള അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു സ്പെക്ട്രത്തിൽ വരുന്ന ഒരു കുട്ടിയെ നോക്കിയിട്ട് പൃഥ്വിരാജ് പറയുന്ന ഡയലോഗുണ്ട്. പൃഥ്വിരാജിന് അത് മനസ്സിലായില്ല, എഴുതിയ ആൾക്ക് മനസ്സിലായില്ല, ഡയറക്റ്റ് ചെയ്ത ആൾക്കത് മനസ്സിലായില്ല. സോ ബേസിക്കലി ആൾക്കാർക്കിത് കിട്ടുന്നില്ല. ഒരു കൂട്ടം പാരൻസും ഇങ്ങനത്തെ കുട്ടികളും എങ്ങനെ ജീവിക്കുന്നു, അവർ ഗോ ത്രൂ ചെയ്യുന്ന സമൂഹത്തിൻ്റെ മുൻവിചാരണകൾ എങ്ങനെ അവരിൽ വന്നു പെടുന്നു എന്നുള്ളതൊന്നും ഇവരാരും അറിയുന്നില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം പൃഥ്വിരാജ് ഒരു വൺ ഓഫ് ദ ഫൈനസ്റ്റ് ഫിലിം മേക്കറാണ്. ഇതൊരു കോൺട്രവേഴ്സി ആക്കാനല്ല ഞാൻ പറയുന്നത്, ഞാനൊരു റിയൽ സിനാരിയോ പറയുകയാണ്. എല്ലാവർക്കും തെറ്റുപറ്റാം. അവിടെയാണ് ഇത്തരം സിനിമകളുടെ പ്രസക്തി എന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞു വയ്ക്കുന്നത്. നിങ്ങളൊരു ഓട്ടിസ്റ്റിക്കോ അല്ലെങ്കിൽ ഡൗൺ സിൻഡ്രോം ഉള്ള ഒരു കുട്ടിയെ കാണാത്ത വ്യക്തിയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ അവരുടെ ലൈഫ് എങ്ങനെ പോകുന്നു, അവരുടെ ഒരു എക്സാക്റ്റ് ഒരു 80% ഓഫ് അവരുടെ ഫങ്ഷനിങ്, നിങ്ങളൊരു ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡറിൽപ്പെട്ട ഒരു കുട്ടിയെ പറ്റി അറിയാത്ത ഒരാളാണ്, അല്ലെങ്കിൽ ഡൗൺ സിൻഡ്രോം എന്താണെന്ന് അറിഞ്ഞൂടാത്ത ഒരാളാണ്, അല്ലെങ്കിൽ ഈ കുട്ടികൾ പൊതുവേ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു, ഇവരോട് പൊതുവേ ഉള്ള ആൾക്കാരുടെ ഒരു കാഴ്ചപ്പാട് എന്താണ്, ഇതിനെപ്പറ്റി ഒരു അറിവുമില്ലാത്ത ആൾക്കാർ എങ്ങനെ ഇതിനോട് പ്രതികരിക്കുന്നു, അല്ലെങ്കിൽ നമ്മളോട് ആൾക്കാർ എങ്ങനെ വന്ന് സിമ്പതൈസ് ചെയ്യുന്നു, ഇത്തരം ആൾക്കാരോട് എങ്ങനെ സിമ്പതൈസ് ചെയ്യുന്നു, അത് അവരുടെ പാരൻസിനെ എങ്ങനെ ഇത് ചെയ്യുന്നു, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിറഞ്ഞൊരു സംഭവമാണത്. അപ്പോൾ അതിനെയൊക്കെ ഒരു സിനിമയിലാക്കി ഒരു വിധമെങ്കിലും നിങ്ങളുടെ മുമ്പിൽ നിങ്ങളെ ചിന്തിപ്പിക്കാൻ പാകത്തിൽ ഈ സിനിമയ്ക്കൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റിയാൽ അതൊരു വലിയ വിജയമാണ്. സോ ഹാറ്റ്സ് ഓഫ് ടു അമീർ ഖാൻ വൺസ് അഗെയിൻ. പുള്ളിക്കൊരു മാസ് മസാല പടം ചെയ്യാമായിരുന്നു. പഠാൻ പോലെ ഒരു വലിയ ക്യാൻവാസിലൊരു ചിത്രം ഒരുക്കാമായിരുന്നു. പുള്ളി അതിനൊന്നും ശ്രമിച്ചില്ല. പുള്ളി ഇങ്ങനൊരു നല്ല ചിത്രവുമായി ആൾക്കാരെ ചിന്തിപ്പിക്കാൻ വേണ്ടി കൊണ്ടുവന്നു. അപ്പോൾ ഇതിന് ഫ്ലോസ് ഇല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിൽ 100-ൽ 100 മാർക്കാണ്. എല്ലാവരും തിയേറ്ററിൽ കാണുക, നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. താങ്ക് യു.